أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله فاطر السماوات والأرض جاعل الملائكة رسلا أولي أجنحة مثنى وثلاث ورباع يزيد في الخلق ما يشاء إن الله على كل شيء قدير. ما يفتح الله للناس من رحمة فلا ممسك لها وما يمسك فلا مرسل له من بعده وهو العزيز الحكيم. يا أيها الناس اذكروا نعمة الله عليكم هل من خالق غير الله يرزقكم من السماء والأرض لا إله إلا هو فأنى تؤفكون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1514 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിറിൻ്റെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള ചർച്ചയാണിന്ന്. ചർച്ചക്കാരൻ പങ്കുവയ്ക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർദ് ജഅലൽ മലായികതി റസുലൻ ഉലി അജ്നിഹത്തിൻ മസ്നാ വസുലാസ വറുബാ യസീദു ഫിൽ ഖൽഖി മാ യശാ إن الله على كل شيء قدير. ما يفتح الله للناس من رحمة فلا ممسك لها وما يمسك فلا مرسل له من بعده وهو العزيز الحكيم. يا أيها الناس اذكروا نعمة الله عليكم هل من خالق غير الله يرزقكم من السماء والأرض لا إله إلا هو فأنى تؤفكون. صدق الله العلي العظيم. സൂറത്തു ഫാത്തിറിന്റെ പഠനം കഴിഞ്ഞ ദിവസം നമ്മൾ പൂർത്തീകരിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്കുള്ള പ്രതികരണം നൽകുക എന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 45 ആയത്തുകളുള്ള മക്കയിൽ അവതരിച്ച സൂറത്താണ് സൂറത്തു ഫാത്തിർ. അതിലെ മുഖ്യമായ വിഷയങ്ങൾ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായി. ചില ചോദ്യങ്ങൾ ഈ സൂറത്ത് പഠനത്തിന്റെ ഘട്ടത്തിൽ ഉന്നയിക്കപ്പെട്ടത് നിങ്ങളെ കേൾപ്പിച്ച് വളരെ സംക്ഷിപ്തമായ പ്രതികരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇത്തവണ ചോദ്യങ്ങൾ വളരെ കുറവാണ്. അതും വളരെയൊന്നും പ്രസക്തമായത് ആണെന്ന് കാണാനും സാധിക്കില്ല. അപ്പോ ഞാൻ ആ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തത്, ആത്മീയ വിശ്വാസങ്ങളുടെ തന്ത്രങ്ങളും മന്ത്രങ്ങളും മനുഷ്യനെ ജ്ഞാനപ്പെടുത്തി ഭയപ്പെടുത്തുകയും ആഗ്രഹിപ്പിക്കുകയും ചെയ്ത്
മയപ്പെടുത്തി വ്യക്തിയെ സംസ്കരിച്ച് സമൂഹത്തെ വിശ്വാസം കൊണ്ട് സമാധാനത്തിലേക്കും സാമൂഹിക തുല്യനീതിയിലേക്കും കൊണ്ടുവരിക എന്നത് തന്നെയല്ലേ എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ യഥാർത്ഥത്തില് ലക്ഷ്യമിടുന്ന കാര്യം എന്താണെന്നുള്ളത് അതിന് വ്യക്തമല്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഒരു ഏറ്റവും ഗഹനമായ, ഏറ്റവും ലളിതമായ, അതേസമയത്ത് യാഥാർത്ഥ്യാധിഷ്ഠിതമായ ജീവിത ദർശനമാണ്. അതാണ് യാഥാർത്ഥ്യം, അതാണ് സത്യം. അത് ആളുകൾക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ട ശൈലിയും രീതിയും അതുപോലെ പ്രേരിപ്പിക്കലും ഭയപ്പെടുത്തലും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വിശുദ്ധ ഖുർആനിൽ ആ ദർശനം മുന്നോട്ട് വെക്കുന്ന ഘട്ടത്തിൽ അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സംഗതികൾ വിശുദ്ധ ഖുർആനിൽ പ്രയോജനപ്പെടുത്തപ്പെട്ടിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. അത് അതിന്റെ സ്വാഭാവികത മാത്രമാണ്. യാഥാർത്ഥ്യം അതാണ് എന്നത് ബോധ്യപ്പെടുന്ന ആർക്കും തന്നെ അതിലെന്തെങ്കിലും അപാകതയുള്ളതായിട്ട് കാണാൻ കഴിയില്ല. ഒരു വലിയ അപകടം അല്ലെങ്കിൽ വലിയൊരു വിപത്ത് പതിയിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നതും ആ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും തന്നെയാണ് സ്വാഭാവികമായ ഒരു കാര്യം. അത് പറയുമ്പോൾ ആളുകളെ പ്രേരിപ്പിക്കുകയും അതിന് സ്വാഭാവികമായി വന്നു ചേരുന്ന ദുരന്തങ്ങളെ കുറിച്ച് ഭയപ്പെടുത്തുകയൊക്കെ ചെയ്യേണ്ടി വരും. അതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് മനസ്സിലാവുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നതും എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കും. അതില് ഈ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം സത്യമാണോ അല്ലേ എന്നത് പരിശോധിക്കുക എന്ന കാര്യമാണ് അതിൽ അവശേഷിക്കുന്ന ഒരേ ഒരു സംഗതി. അത് സത്യമാണ് എന്നത് പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ യുക്തിപരതയും ദൈക്ഷണികതയും ഒക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതാണ് യാഥാർത്ഥ്യമെന്ന് ഒരാൾക്ക് ബോധ്യപ്പെടുക എന്നത് വളരെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് യാഥാർത്ഥ്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ശൈലി തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അതാണ് അതിന്റെ വസ്തുതയും. അപ്പൊ അത് സംബന്ധമായിട്ട് നമ്മൾ നേരത്തെയും ഒരുപാട് ചോദ്യങ്ങളും പരാമർശങ്ങളും ഒക്കെ നടത്തിയിട്ട് ഉള്ളതും അതിന് നിവാരണം കണ്ടെത്തിയിട്ടും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ തൽക്കാലം പോകുന്നില്ല. മറ്റൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് പരിമിതികളുള്ള ജീവികൾക്കും വസ്തുക്കൾക്കും ഭൗതികമായ അതിൻ്റെതായ പരിമിതികൾ ഉണ്ടായിരിക്കെ അള്ളാഹു അവയിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിയെ അനാദിയാക്കുമോ എന്നതാണ്. ഈ ചോദ്യത്തിന്റെ ഒരു മർമ്മം മനുഷ്യന് മരണാനന്തരം അനന്തമായ ജീവിതം, അത് ജീവിത വിജയം നേടിയ ആളുകൾക്ക് സ്വർഗീയമായ ജീവിതമായാലും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന ആളുകൾക്ക് നരകത്തിലെ യാതനകൾ അടങ്ങിയിട്ടുള്ള ജീവിതമായാലും രണ്ടായാലും അനന്തമായിട്ട് അനുഭവിക്കാനുള്ളതാണ് എന്ന ഒരു കാര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു പരിമിതികളുള്ള വിധത്തിലാണ് ജീവികളെയും വസ്തുക്കളെയും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹു റബ്ബി എന്ന് ഖുർആൻ തെളിച്ചു പറയുന്ന കാണാം. അള്ളാഹുവിന്റെ തിരുമുഖം ഒഴികെ ബാക്കിയെല്ലാം നശിച്ചു പോകുന്നതാണ് എന്നത് കാണാം. ഇത് കാരണമായിട്ട് മനുഷ്യന് അനന്തമായ ജീവിതം മരണശേഷം ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം എല്ലാം നശിച്ചു പോകും, എല്ലാം നശ്വരമാണ് എന്ന് പറയുന്ന അതേ ഖുർആൻ തന്നെയാണ് മനുഷ്യന്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് അത് ഖാലിദാണ്, ഹുൽദുള്ളതാണ്, അനന്തമാണ്, ഖാലിദൂന ഫീഹ എന്നൊക്കെയുള്ള നിലക്ക് പരാമർശിക്കുന്നത്. അനന്തമായി നിത്യമായി അവസാനിക്കാത്ത ജീവിതം എന്ന വിധത്തില് മരണാനന്തര ജീവിതത്തെ പരാമർശിക്കുന്നത്. അതുകൊണ്ട് നശ്വരത എന്നത് അള്ളാഹു ഈ ഭൗതിക ലോകവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നതും
പാരത്രിക ലോകവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് അനശ്വരതയാണ് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സൃഷ്ടിയെ അനാദിയാക്കുമോ എന്ന് ചോദിച്ച, തുടക്കവും ഒടുക്കവും ഇല്ലാത്ത അനന്തമായ ജീവിതമുള്ള ഒരു സൃഷ്ടിയാക്കി മാറ്റുമോ എന്നതാണല്ലോ ഇവിടുത്തെ ചോദ്യം. അത് അള്ളാഹുവിന്റെ മശീയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അള്ളാഹുവിന് 4 ദിവസം ജീവിക്കാൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാളെ സൃഷ്ടിക്കാം. അതുപോലെ 4 ദിവസം കഴിഞ്ഞ് അങ്ങ് മരിച്ചു പോകുന്ന വിധത്തില്, അല്ലെങ്കിൽ അതിലും താഴെ സമയം മാത്രം ജീവിക്കുന്ന ജീവജാലങ്ങളുണ്ട്. ഒരു ഈയാമ്പാറ്റയുടെ കാര്യം എടുത്താൽ അത് നമുക്കറിയാം, ഒരു മഴ കഴിഞ്ഞ് പിറ്റേന്ന് കാലത്ത് സന്ധ്യയോടെയൊക്കെ ചെറിയ സുഷിരങ്ങളിൽ നിന്ന് മണ്ണിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ട് വരുന്ന പാറ്റകളുടെ ആയുസിന്റെ ദൈർഘ്യം എത്രയാണ് എന്നതൊന്ന് പഠിച്ചു നോക്കൂ. വളരെ ചുരുങ്ങിയതാണ്. അപ്പൊ ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനം പോലെയാണ്, ആര് എത്ര കാലം ജീവിക്കണം എന്നുള്ളതൊക്കെ. അനന്തമായി ജീവിതം പാരത്രിക ലോകത്ത് നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. അത് അവന്റെ ഇച്ഛയാണ്. അത് അവന് പ്രയാസമുള്ള കാര്യമല്ല. അത് നമുക്ക് ഉൾക്കൊള്ളാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ചുള്ള ശരിയായ ധാരണ രൂപപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ്. അപ്പോ അതില് അങ്ങനെ തുടക്കവും അനന്തമായ ജീവിതം ഉള്ള ഒരു സൃഷ്ടിയായിട്ട് ഏതെങ്കിലും ഒന്നിനെ അള്ളാഹു പരിഗണിക്കുമോ എന്ന വിധത്തിലുള്ള ഒരു ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കാരണം അത് അള്ളാഹുവിന്റെ ഇച്ഛപ്രകാരം, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യമാണ് ഖുർആനിൽ അള്ളാഹു വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത് സംശയിക്കേണ്ട യാതൊരു കാര്യവും അതിലടങ്ങിയിട്ടില്ല. മറ്റൊരു ചോദ്യം, ഈ 24-ാമത്തെയും 25-ാമത്തെയും ആയത്തുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ ആയത്തുകള് പഠന വിധേയമാക്കിയ ദിവസമാണ് ഈ ചോദ്യം ചാറ്റ് ബോക്സിൽ ഈ ചോദ്യം ഉന്നയിച്ച ആള് കുറിച്ചിടുകയുണ്ടായിട്ടുള്ളത്. ചോദ്യം ഇങ്ങനെയാണ്: ഈ ആയത്ത് അള്ളാഹു പറയുന്നതായി അല്ല, മറ്റാരോ പറയുന്നതായി ആണ് അവതരിപ്പിച്ചതായി തോന്നുന്നത്. അതായത് അള്ളാഹു പറയുന്ന പോലെ അല്ല ഇത്, വേറെ ആരോ പറയുന്ന പോലെയാണ് അവതരിപ്പിക്കപ്പെട്ടതായിട്ട് ഇത് തോന്നുന്നത്. ആരാണ് ഇവിടെ സംസാരിക്കുന്നത് എന്നതാണ് ചോദ്യം. ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആയത്തുകൾ 24, 26 ആയത്തുകളാണ്. ഞാൻ അത് നിങ്ങളെ കേൾപ്പിക്കാം. 24 മുതൽ 26 വരെയുള്ള ആയത്തുകൾ. ഇന്നാ അർസൽനാക ബിൽ ഹഖ് ബശീറൻ വനദീറ വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ വഇൻ യുകദ്ദിബൂക ഫഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം ജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാതി വബിസ്സുബുർ വബിൽ കിതാബിൽ മുനീർ സുമ്മ അഖദ്തു ലദീന കഫറു ഫകൈഫ കാന നകീർ എന്നതാണ് ആയത്തുകൾ. ഇതില് ഈ ആയത്തുകൾ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. ഞാൻ വളരെ ബ്രീഫായിട്ട് അതിന്റെ ആശയം വീണ്ടും കേൾപ്പിക്കാം. ഇന്നാ അർസൽനാക ബിൽ ഹഖ്, നിശ്ചയമായിട്ടും നാം താങ്കളെ സത്യവുമായിട്ട് നിയോഗിച്ചയച്ചിരിക്കുന്നു. ബഷീറം വനദീറ, സന്തോഷ വാർത്ത നൽകുന്നവനും താക്കീതുകാരനും ആയിട്ടാണ് അയച്ചിരിക്കുന്നത്. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, ഒരു സമൂഹവും ഒരു സമുദായവും കടന്നുപോയിട്ടില്ല അവർക്കിടയിൽ അവരിലേക്കായി ഒരു താക്കീതുകാരൻ ഉണ്ടായിട്ടുള്ള അവസ്ഥയിലല്ലാതെ. എന്ന് പറഞ്ഞാൽ എല്ലാ സമൂഹങ്ങളിലേക്കും അള്ളാഹു താക്കീതുകാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വൈ യുഖദ്ദിബൂക, ഇനി ഈ പ്രവാചകരെ താങ്കളെ അവര് നിഷേധിക്കുന്നുവെങ്കിൽ, കളവാക്കുന്നുവെങ്കിൽ, ഫഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, മുമ്പുള്ള ആളുകളും കളവാക്കിയുണ്ടായിട്ടുണ്ട്. ജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത്, വളരെ വ്യക്തതയുള്ള ദൈവിക വെളിപ്പാടുകളുമായിട്ടാണ് ദൂതന്മാർ അവരുടെ അടുക്കലേക്ക് വരികയുണ്ടായത്. അതുപോലെ വബിസ്സുബുർ വൽ കിതാബിൽ മുനീർ, ഏടുകളും അതുപോലെ പ്രകാശം ചൊരിയുന്ന, വെളിച്ചം ചൊരിയുന്ന വേദഗ്രന്ഥവും ഒക്കെ ആയിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ സമൂഹങ്ങള് ആ പ്രവാചകന്മാരെ
കളവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവാക്കപ്പെടുന്ന വിധത്തിൽ തന്നെ. സുമ്മ അഖത്തുല്ലദീന കഫറു കൈഫ കാന നക്കീർ. പിന്നെ നിഷേധികളെ നാം പിടികൂടുകയുണ്ടായി. നമ്മുടെ ആ നടപടി, ശിക്ഷാ നടപടി എത്ര കടുപ്പമുള്ളതായിരുന്നു എന്നത് ഒന്ന് നോക്കി കാണുക. ഇതാണ് ഈ ആയത്തുകളുടെ ആശയപരമായ ചുരുക്കം. അപ്പൊ ഇതില് അള്ളാഹു പറഞ്ഞതായിട്ട് ചോദ്യം ഉന്നയിച്ച ആൾക്ക് തോന്നാതിരിക്കാൻ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതില് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിലെ വളരെ കേന്ദ്രസ്ഥാനത്ത് തന്നെയുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. അള്ളാഹു ദൂതന്മാരെ എല്ലാ സമൂഹങ്ങളിലേക്കും താക്കീതുകാരായിട്ടും സന്തോഷ വാർത്ത നൽകുന്നവരുമായിട്ട് അയച്ചിട്ടുണ്ട്. പിന്നെ അതിനെ തുടർന്ന് ആ നാട് മിക്കവാറും എല്ലാ സമൂഹങ്ങളും തന്നെയും ദൂതന്മാരെ കളവാക്കുന്ന ഒരു കാര്യവും കാണാൻ സാധിക്കും. അതിനെ തുടർന്ന് ആ നാട്ടില് സത്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആളുകൾ ചേരി തിരിയുന്ന, സത്യത്തെ പിന്തുണക്കുന്ന ആളുകളായിട്ട് രംഗത്ത് വരുന്നവരും സത്യത്തെ എതിർക്കുന്നവരായിട്ട് രംഗത്ത് വരുന്നവരും ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നുള്ള ദൈവിക നടപടികൾ ഉണ്ടായത് പലതും വിശുദ്ധ ഖുർആൻ വിശദമായിട്ട് പലയിടങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അതില് ഇത് ദൈവികമായ വെളിപ്പാടുകളല്ല, വേറെ ആരോ അവതരിപ്പിച്ചതാണ് എന്ന് തോന്നുന്ന വിധത്തിലുള്ള യാതൊരു ക്ലൂവും അല്ലെങ്കിൽ സൂചനയും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത് ചോദ്യം ഉന്നയിച്ച ആൾക്ക് മനസ്സിൽ ഉള്ള ചില സന്ദേഹങ്ങൾ കാരണമായിട്ട് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇത് അള്ളാഹുവിന്റെ വചനമായി അള്ളാഹു സംസാരിക്കുന്ന വിധത്തിലാണ് ഈ ആയത്തുകളുടെ ഭാഷാപരമായ ഘടന എന്നതും ശ്രദ്ധേയമാണ്. അപ്പോ അതില് ഞാനൊരു പ്രശ്നവും കാണുന്നില്ല. ഇനി അദ്ദേഹം എന്തെങ്കിലും പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ചോദ്യം ഉന്നയിക്കേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം ഇത് സംശയിക്കുന്നു എന്നത് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. മറ്റൊരു ചോദ്യം, ഖുർആൻ ശരിക്കും സ്രഷ്ടാവിന്റെ വാക്കുകളാണോ? ഖുർആൻ 86 അധ്യായത്തിൽ 5 മുതൽ 7 വരെയുള്ള ആയത്തുകൾ വായിക്കുമ്പോൾ അങ്ങനെയല്ല തോന്നുന്നത്. 86 ആയത്തിൽ പറയുന്നത് ശുക്ലം ഉണ്ടാകുന്നത് നട്ടെല്ലിനും വാരിയെല്ലിനും ഇടയ്ക്ക് എവിടെയോ നിന്ന് ആണ് എന്നാണ്. അള്ളാഹുവിന് വൃഷണത്തിന്റെ ഉപയോഗം സംബന്ധിച്ച ധാരണയില്ല എന്നാണ് ഇവിടെ കാണുന്നത്. ഒരു യഥാർത്ഥ സൃഷ്ടാവിന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുമോ? വൃഷണത്തെ മൂത്രസഞ്ചി എന്ന് തെറ്റിദ്ധരിച്ചു പോയ അന്നത്തെ ഒരു സാധാരണ മനുഷ്യന്റെ വാക്കുകൾ അല്ലേ ഈ 86:7 കാണുന്നത് എന്നതാണ് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു വിഷയം നമ്മൾ വിശദമായിട്ട് ഒരായത്തിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വളരെ വ്യക്തതയോടുകൂടി ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ പോലും ഒന്നുകൂടി നിങ്ങളെ കേൾപ്പിക്കാം. സൂറത്ത് താരിഖാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന 86 സൂറത്ത്. അതിലെ 5 മുതൽ 7 വരെയുള്ള ആയത്തുകൾ എങ്ങനെയാണ്? ഫല്യൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ്. മനുഷ്യൻ താൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് നോക്കി കാണട്ടെ. ഖുലിഖ മിമ്മാഇൻ ദാഫിഖ്. തെറിച്ചു വീഴുന്ന ഒരു ജലഗണത്തിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറാഇബ്. മുതുകെല്ലിന്റെയും വാരിയെല്ലിന്റെയും ഇടയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു തെറിച്ചു വീഴുന്ന ദ്രാവകത്തുള്ളി, ഇതിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്നതാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. അതില് ഞാനത് വിശദമായിട്ട് പ്രതിപാദിച്ചതാണ്. ഈ തെറിച്ചു വീഴുന്ന ജലത്തുള്ളി എന്ന് പറയുന്നത് ശുക്ലഗണമാണ് എന്നതാണ് ഒരു വായന. മറ്റൊന്ന്, അത് ഈ പ്രജനന പ്രക്രിയയില് പ്രജനന സ്രവം എന്നത് ആണിനും പെണ്ണിനും ഉള്ള ഒരു സംഗതിയാണ്. അത് രണ്ടും ചേരുമ്പോഴാണ് ഒരു എംബ്രിയോ ഫോം ചെയ്യുന്നത്. അപ്പോ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതില്
ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു കാര്യം ഈ മുതുകല്ലിനും അതുപോലെ വാരിയെല്ലുകൾക്കും ഇടയിൽ നിന്ന് പുറപ്പെടുന്ന എന്നൊരു പ്രയോഗമാണ്. ഞാനത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് നേരത്തെ കാണിക്കുകയുണ്ടായി. മുതുകല്ല് എന്നത് മനുഷ്യന്റെ കഴുത്തിന്റെ മേലെ അറ്റം മുതൽ ശരീരത്തിന്റെ ഹിപ്പ് വരെയുള്ള ഈ ശരീരത്തിന്റെ മധ്യഭാഗം വരെയുള്ള ഹിപ്പ് എന്ന് പറയുന്ന മലയാളത്തിൽ അത് ഊര ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതുവരെയുള്ള നീണ്ട് ഉള്ള ശരീരത്തിന്റെ ഘടന നിർണയിക്കുന്ന ഒരു അസ്ഥിയാണ് ഈ മുതുകല്ല് എന്ന് പറയുന്നത്. തലച്ചോറുമായിട്ട് ശരീരഭാഗങ്ങളെ കണക്ട് ചെയ്യുന്ന നെർവ്സ് ഒക്കെ പാസ് ചെയ്യുന്നത് ആ ഭാഗത്തൂടെയാണ്. അപ്പൊ ഇത് ശരീരത്തിന്റെ ഒരാൾ മലർന്നു കിടക്കുമ്പോൾ അടിഭാഗത്തും ഈ മുതുകല്ലുകൾ ഈ വാരിയെല്ലുകൾ എന്ന് പറയുന്നത് ശരീരത്തിന്റെ മുകൾ ഭാഗത്തുമായിട്ടാണ് ഉണ്ടാകുക. അതൊരു രണ്ടും ചേരുമ്പോൾ ഒരു കേസ് പോലെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്തിന്റെ രണ്ട് അറ്റങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഔട്ടർ പോയിന്റുകൾ നിർണയിക്കുന്ന രണ്ട് സംഗതികളാണ്. ഈ ഭാഗത്ത് തന്നെയാണ് ഈ ശുക്ലവും അതുപോലെ പ്രജനന സ്രവവും ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവങ്ങൾ വരുന്നത്. അതില് ഈ മുതുകല്ലിന്റെ ഇപ്പുറത്ത് ഈ വാരിയെല്ലുകളുടെ പ്രസൻസ് നമുക്ക് ശരീരത്തിന്റെ കീഴ്ഭാഗത്തേക്ക് ഇല്ല എന്നുള്ളത് മാത്രമാണ് അതിലൊരു വിഷയം. ആന്തരിക അവയവങ്ങൾ നിലക്കൊള്ളുന്നത് ഈ രണ്ട് ശരീരത്തിന്റെ ഒരാളിപ്പോ മുകൾ ഭാഗവും താഴ്ഭാഗവും എന്നുള്ള നിലക്ക് ഫീൽ ചെയ്യുമ്പോൾ അതിനിടക്ക് വരുന്ന ഭാഗത്ത് തന്നെയാണ് ഈ സംഗതികൾ. ഇതില് ഈ മറ്റേ ശുക്ലഗണവും അതുപോലെ പ്രജനന സ്രവങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്ലാൻഡുകള് ഈ രണ്ട് പോയിന്റിനിടക്കുള്ള ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണെന്നുള്ളത് യാതൊരു തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഈ വാരിയെല്ലുകൾക്കിടയിൽ നിന്ന് പുറപ്പെടുന്നു എന്ന ഖുർആന്റെ പ്രയോഗത്തില് ഒരു പക്ഷേ ഇനിയും ചില വെളിപ്പെടലുകൾ ശാസ്ത്രീയമായ പഠനത്തിൽ കൂടി ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. നമുക്കത് അറിയില്ല. അത് മനുഷ്യന്റെ അറിവിന് വലിയ പരിമിതി ഉണ്ട്. അപ്പോ ഖുർആന്റെ ഈ പ്രയോഗത്തിന്റെ ആപ്റ്റ്നെസ് നമുക്ക് കുറച്ചുകൂടി ബോധ്യപ്പെടാൻ സാധിക്കുന്ന വിധത്തിലുള്ള ചില രഹസ്യങ്ങളൊക്കെ ഇനിയും നമുക്ക് കണ്ടെത്താൻ പറ്റിയെന്ന് വരും. ഇതില് എന്തെങ്കിലും ശാസ്ത്രവിരുദ്ധമായതോ അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയ ഇതിനകം നമുക്ക് സ്വായത്തമായിട്ടുള്ള അറിവിനോട് സംഘർഷപ്പെടുന്നതോ ആയിട്ട് യാതൊന്നുമില്ല. അത് നമ്മളെ മനസ്സിലാക്കലിന്റെ പ്രശ്നമാണത്. നമ്മളതിന്റെ ഈ മുതുകല്ലിനും വാരിയെല്ലുകൾക്കും ഇടയിലുള്ള റീജിയൻ എന്ന് പറയുമ്പോൾ ഹൃദയവും അതുപോലെ ശ്വാസകോശങ്ങളും ഒക്കെ നിലകൊള്ളുന്ന ആ ഭാഗത്തു നിന്ന് തന്നെ കൃത്യമായിട്ട് എന്ന് മനസ്സിലാക്കുന്നതിലെ പെശകാണ്. ശരീരത്തിന്റെ ഘടന ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യം വീണ്ടും വായിച്ചാൽ മനസ്സിലാവും. ആ ഒരു ഫ്രെയിമിനകത്തുണ്ടല്ലോ, ആ ഭാഗത്തു നിന്നാണ്. അത് കൈകാലുകളിൽ നിന്നല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശരീരഭാഗത്തു നിന്നല്ല. ശരീരത്തിന്റെ മിഡിൽ പാർട്ട്, ആ ബസ്റ്റ് റീജിയന്റെ രണ്ട് എൻഡുകളാണ് അല്ലെങ്കിൽ രണ്ട് റെഫറൻസ് പോയിന്റ്സ് ആണ് ഈ മുതുകല്ലും വാരിയെല്ലുകളും. അവയ്ക്കിടയിലാണ് എല്ലാ ആന്തരിക അവയവങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രജനന സ്രവങ്ങള് പുറപ്പെട്ടു വരുന്നതും ആ ഭാഗത്തു നിന്ന് തന്നെ ആണ് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് സഞ്ചിയാണ് എന്ന് തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നത് ഒരു അബദ്ധമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ തെറ്റിദ്ധാരണ ചോദ്യം ഉന്നയിച്ച ആൾക്കേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അത് മൂത്രസഞ്ചിയാണ് എന്ന് ധരിച്ചിരുന്ന ഒരു കാലത്ത് അത് പ്രത്യുൽപാദന പ്രക്രിയയിൽ അതിന് പങ്കില്ല എന്ന് ധരിച്ചിരുന്ന ഒരു കാലത്തെ വെച്ചുകൊണ്ട് അത് അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഖുർആൻ അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നില്ല. ഖുർആൻ അതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള നിർണയം നടത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതില് പക്ഷെ ഇനിയും തന്നെ യഹ്റുജു എന്ന ആ പ്രയോഗത്തില് ഇനിയും നമുക്ക് കൂടുതൽ ശരീരശാസ്ത്രപരമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുമ്പോൾ കൂടുതൽ അത് സംബന്ധമായ വെളിച്ചം ലഭിക്കാൻ സാധ്യത ഉണ്ട്. നിലവിൽ തന്നെ അത്
നമ്മുടെ ശാസ്ത്രധാരണകൾക്കൊന്നും യാതൊരു സംഘർഷമുള്ള കാര്യമല്ല എന്നതാണ് വസ്തുത. ഞാനത് വിശദമായിട്ട് കഴിഞ്ഞ ഒരു സെഷനിൽ പങ്കുവച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് സംബന്ധമായിട്ട് കൂടുതൽ ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. മറ്റൊരു സംഗതി, ഒരു ചോദ്യം, മനുഷ്യരെ ലോകത്തിന്റെ കാര്യം പറഞ്ഞ് ഭയപ്പെടുത്തി മതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമല്ലേ ഖുർആൻ 35-ാമത്തെ ആയത്തിൽ സൂറത്തിലെ 36-37 ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത് എന്നതാണ് ചോദ്യം. അതിനോടനുബന്ധമായിട്ട് അദ്ദേഹം പറയുന്നത്, പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു ശക്തി തന്നിൽ വിശ്വസിക്കാത്തവരെ നരകത്തിലിടുമോ? അതേസമയം അള്ളാഹു തന്നെയാണ് എല്ലാ മനുഷ്യ പ്രവൃത്തികളുടെയും പിന്നിൽ എന്ന് പറയുകയും ചെയ്യുന്നു എന്നതാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യം. 36-37 ആയത്തുകൾ ഇങ്ങനെയാണ്. വല്ലദീന കഫറു ലഹും നാറു ജഹന്നം, നിഷേധികൾക്ക് നരകമാണുള്ളത്. ലാ യുഖ്ലാ അലൈഹിം, അവരുടെ കാര്യം അങ്ങ് തീർപ്പാക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അവരുടെ അതങ്ങ് തീർത്ത് കളയുന്ന, അവസാനിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ടാവില്ല. ഫയമൂത്തു, അങ്ങനെ മരണത്തോടെല്ലാം കഴിഞ്ഞു എന്ന വിധത്തിൽ അങ്ങ് മരിച്ചു തീരും എന്ന ഒരു അവസ്ഥയല്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹ, നരകത്തിലെ ശിക്ഷയിൽ നിന്ന് അവർക്ക് യാതൊരു ഇളവും നൽകപ്പെടുന്നതല്ല. കദാലിക നജ്സി കുല്ല കഫൂർ, എല്ലാ നിഷേധികൾക്കും നാം നൽകുന്ന പ്രതിഫലം ഇങ്ങനെയാണ്. അതുപോലെ തുടർന്നുള്ള ആയത്തില് വഹും യസ്തരിഫൂന ഫീഹ, അവിടെ അവര് ആർത്തു വിളിച്ച് പറയുക, കരഞ്ഞുകൊണ്ട് പറയുക ഇങ്ങനെയാണ്, റബ്ബന അഖ്രിജ്ന, നാഥ ഞങ്ങളെ നീ ഇവിടുന്ന് പുറത്തു കടത്തണമേ, നഅമൽ സ്വാലിഹ, ഞങ്ങള് സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം, ഗൈറല്ലദീ കുന്നാ നഅമൽ, നേരത്തെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വിധത്തിലുള്ള അമലുകളല്ല. അവലം നുഅമ്മിറുക്കും, എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നത്, ഈ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളോട് തിരിച്ച് ചോദിക്കുന്ന കാര്യം ഇതാണ്, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, നിങ്ങൾക്ക് കാര്യങ്ങളെ ബോധ്യപ്പെടാൻ ഉപകരിക്കുന്ന ഒരു കാലയളവ് നാം ആയുസ് നൽകിയിട്ടുണ്ടായിരുന്നില്ലേ? ഉത്ബോധനവും ഓർമ്മപ്പെടുത്തലും ഒക്കെ പ്രയോജനപ്പെടാൻ ഉപകരിക്കുന്നതിന് മാത്രമുള്ള ഒരു ആയുസ് നാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. വജാഅകുമുൻ നദീർ, നിങ്ങളുടെ അടുക്കലേക്ക് താക്കീതുകാർ വരികയും ഉണ്ടായിട്ടുണ്ട്. ഫദൂഖു, അതിനാൽ നിങ്ങളിപ്പോ ഇത് ആസ്വദിച്ചോളൂ, ഈ നരകശിക്ഷ അനുഭവിച്ചോളൂ. ഫമാലിൽ ളാലിമീന മിൻ നസീർ, ഈ ആത്മദ്രോഹികളായ ആളുകൾക്ക് ഒരു സഹായിയെയും കാണാൻ സാധിക്കുകയില്ല. ഇതാണ് ഈ ആയത്തുകളിൽ പറയുന്ന കാര്യം. അപ്പൊ ഇതില് മനുഷ്യരെ ലോകത്തിന്റെ കാര്യം പറഞ്ഞ് ഭയപ്പെടുത്തി മതത്തിലേക്ക് കൊണ്ടുവരിക എന്നതൊക്കെ നിരന്തരമായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായ അവിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകളുടെ ഓരോ ചോദ്യങ്ങളാണ്. ഇത് പോസിറ്റീവായിട്ടൊന്ന് കണ്ടു നോക്കൂ, അപ്പൊ എന്ത് പ്രശ്നമാണുള്ളത്? ഈ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യം യാഥാർത്ഥ്യമാണ് എങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പറയേണ്ടി വരിക. അതിൽ നിങ്ങൾ ഗൂഢമായ ചില താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചിലര് ഒപ്പിച്ചിട്ടുള്ള വേലയാണ് എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പിന്നെ നിങ്ങൾ അത് വായിക്കുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതിന് കാരണം നിങ്ങളുടെ മനസ്സിൽ അടങ്ങിയിട്ടുള്ള യാഥാർത്ഥ്യാധിഷ്ഠിതമല്ലാത്ത ചില ധാരണകളാണ്. മറിച്ച് ഒരാളിപ്പോ വളരെ സത്യവാനായ ഒരാൾ നിങ്ങളെ സമീപിക്കുമ്പോൾ അയാളുടെ മുഖലക്ഷണവും പെരുമാറ്റവും സംസാരവും അതിലൊക്കെ അടങ്ങിയിട്ടുള്ള മാന്യമായ രീതികളും ഒക്കെ കണ്ടുകൊണ്ട് അയാളെ സ്വാഭാവികമായിട്ട് സത്യസന്ധനും നന്മയുള്ളവനുമായിട്ടാണല്ലോ ഒരാൾ മനസ്സിലാക്കുക. ചിലപ്പോ അഭിനയിച്ചുകൊണ്ട് അങ്ങനെയൊക്കെയാണ് എന്നുള്ള വിധല് തോന്നൽ സൃഷ്ടിച്ചുകൊണ്ട് ചില കള്ളന്മാരും നിങ്ങളെ സമീപിച്ചെന്ന് വരും. അതുകൊണ്ട് സത്യം പറയുന്ന ആള്, നീതി പറയുന്ന ആള്, നന്മ മുന്നോട്ട് വെക്കുന്ന ആള് ഒരു കള്ളന്റെ വേഷം അണിഞ്ഞു വരികയാണോ വേണ്ടത്? അതല്ലല്ലോ. അത് നിങ്ങളുടെ സവിശേഷമായ ബുദ്ധിയും കഴിവും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് കള്ളനാര് സത്യവാനാര് എന്നത് വേർതിരിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമ്മളെ കേൾപ്പിച്ചിട്ടുള്ള ഈ സംഗതികള് സത്യാണോ അല്ലേ എന്നത് വിലയിരുത്താൻ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. അത് പ്രയോജനപ്പെടുത്തിയിട്ട് ഒരു തീരുമാനത്തിലേക്ക് വന്നോളൂ. അത്രേ അത് സംബന്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എങ്കിൽ
ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയാൻ കഴിയുക. ഇതല്ലാത്ത വേറെന്ത് വഴിയാണുള്ളത്? ഈ ഇതേ വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തരല്ലാത്ത വേറെ വഴികളൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സത്യവാനെയും അവിശ്വസിക്കാം, അസത്യവാനെയും അവിശ്വസിക്കാം. പക്ഷെ ഇതിനെന്തെങ്കിലും ഒരു അനന്തരഫലമുണ്ട്, പ്രത്യാഘാതമുണ്ട്, ഇതിനെ ആശ്രയിച്ചിട്ട് കുറെ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിരുത്തി വിലയിരുത്തിയിട്ട് തീരുമാനത്തിലേക്ക് വരും. ഇത് സത്യമാണോ അല്ലേ എന്നത് മനസ്സിലാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ വരും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയി അവിടെ ചർച്ച നടക്കുന്നിടത്തൊക്കെ കുറെ എന്തെങ്കിലുമൊക്കെ ആളുകളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അങ്ങനെ കാലം കഴിക്കാം എന്നതേ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ എങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിരന്തരമായിട്ട് അങ്ങനെ മനസ്സിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സത്യം തേടുന്ന ഒരാളാണെങ്കിൽ അത് യാഥാർത്ഥ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി യുക്തിബോധത്തെയും അതുപോലെയുള്ള ദൈക്ഷണികതയെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ടാണ് ചോദ്യങ്ങളും ഉണ്ടാവുക. അപ്പൊ ഇതില് കൂടുതലായിട്ടൊന്നും വേറെ പറയേണ്ട കാര്യമില്ല. പിന്നെ മറ്റൊരു സംഗതി, ഖലീഫമാർ അവരുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഉറപ്പിക്കാനും വേണ്ടി അവർ സ്വയം ക്രോഡീകരിച്ച ഖുർആനിലൂടെ ശ്രമിക്കുകയാണ്. അതല്ലേ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ ഇടയായിട്ടുള്ളത് എന്നതാണ് ചോദ്യം. ഞാൻ അതിന് ഒറ്റ വാക്കില് മറുപടി പറയാം, അതല്ല സംഭവിച്ചിട്ടുള്ളത്. ഖുർആൻ ഖലീഫമാരുടെ ഒരു സൃഷ്ടിപ്പോ ഒരു പദ്ധതിയോ ഒന്നും ആയിരുന്നില്ല. അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ്. അതിന്റെ സംരക്ഷണം അള്ളാഹു തന്നെ ഏറ്റെടുത്തതുമാണ്. അത് അൺഡിസ്പ്യൂട്ടഡ് ആയിട്ട് ഇന്നും അതിന്റെ പവിത്രതയിൽ തന്നെ നിലനിർത്തപ്പെട്ടിട്ടുണ്ട്. അത് ആർക്കും വായിക്കുകയും വിലയിരുത്തുകയും അതുപോലെ അതിന്റെ ഭാഷാപരമായ വിലയിരുത്തലുകൾക്കൊക്കെ സാധ്യതയുള്ള വിധത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. അത് നിങ്ങൾക്ക് സത്യാന്വേഷണ താല്പര്യം ഉണ്ടെങ്കിൽ ആ നിലക്ക് അതിനെ പഠന വിധേയമാക്കി നോക്കാം. ഖലീഫമാര് ആദ്യ ഖുലഫാഉർ റാഷിദുകൾക്ക് ശേഷമുള്ള ഭരണാധികാരികള് പല വിധത്തിലുമുള്ള നമുക്ക് ഇസ്ലാമിക ദൃഷ്ട്യ സ്വീകാര്യമല്ലാത്ത പല സംഗതികളിലേക്കും പോയിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള പല നടപടികളും നിലപാടുകളും ഒക്കെ ചിലപ്പോ ദീനിന്റെ ആത്മാവിനോട് യോജിക്കാത്ത വിധത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അത് പക്ഷേ ഖുർആന്റെ ക്രോഡീകരണത്തിന്റെ കാര്യത്തിൽ ഒന്നുമല്ല. അത് അവരുടെ രാഷ്ട്രീയ നിലപാടുകള്, അവരുടെ ആന്തരികമായിട്ടുണ്ടായിരുന്ന ഭിന്നതകള് ഒക്കെ അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെയാണ് ഉള്ളത്. ഖുർആന്റെ സംരക്ഷണം അള്ളാഹു നിർവഹിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അത് മനുഷ്യര് മുഖേനയും ദൈവികമായ വിധത്തിലും ഒക്കെ അത് സംരക്ഷിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതില് ഖലീഫമാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഖുർആൻ എന്തെങ്കിലും വിധത്തിലും കൈകാര്യം ചെയ്തതാണെങ്കിൽ ഇങ്ങനെയൊന്നും അത് സുരക്ഷിതമായിട്ട് യുക്തിഭദ്രമായ വിധത്തിൽ നിലനിൽക്കൂല. അതിൽ പലർക്കും പല കൈകടത്തലുകൾക്കും അവസരം ഉണ്ടായിട്ടുണ്ടാകും. എന്നിട്ട് അത് പരസ്പര വിരുദ്ധമായ ഒരു സംഗതിയായി മാറിയിട്ടുണ്ടാകും. അങ്ങനെ ഖുർആനെ കുറിച്ച് ഒരാൾക്കും തന്നെ പറയാൻ സാധ്യമല്ല. കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ അതിന് സന്നദ്ധാവുമില്ല. അപ്പോ അതാണ് അതിനോടുള്ള ഒരു പ്രതികരണം. മറ്റൊന്ന്, 42-ാമത്തെ ആയത്തിനെ പരാമർശിച്ചുകൊണ്ടാണ് ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ അള്ളാഹു പറയുകയും ചോദിക്കുകയും ചെയ്യുന്നത്? ഇതൊക്കെ സർവശക്തനായ ഒരു ദൈവത്തിന് ചേർന്നതാണോ എന്നതാണ്. ഈ സർവശക്തനായ ദൈവത്തിന് എന്ത് തോന്നണം, എന്ത് തോന്നരുത്, എന്താണ് ചേർന്നത്, എന്താണ് ചേരാത്തത് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു റോളിലാണ് ഇപ്പോൾ ഈ ചോദ്യം ഉന്നയിക്കുന്ന ആളുള്ളത്. അയാൾക്ക് അങ്ങനെയൊക്കെ ആലോചിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ഇവിടെ ഈ 42-43 ആയത്തുകൾ ഞാനൊന്ന് കേൾപ്പിക്കാം നിങ്ങളെ. വഖ്സമു ബില്ലാഹി ജഹദ അയ്മാനിഹിം ലഇൻ ജാഅഹും നദീറുൻ ലയകൂനുന്ന അഹ്ദാ മിൻ ഇഹ്ദൽ ഉമം ഫലമ്മ ജാഅഹും നദീറും മാ സാദഹും ഇല്ലാ നഫൂറ. ഇതാണ് 42-ാമത്തെ ആയത്ത്. 43 അതിനെ തുടർന്ന് വരുന്നത് ഇസ്തിക്ബാറൻ ഫിൽ അർളി വ മക്ര സയ്യി വലാ യഹീഖുൽ മക്രു സയ്യിഉ ഇല്ലാ ബി അഹ്ലി ഫഹൽ യൻദുറൂന ഇല്ലാ സുന്നത്തൽ അവ്വലീന ഫലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. മക്കയിലെ ഇസ്ലാമിനോട്
ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതെ നിലക്കൊണ്ട വിശുദ്ധ ഖുർആനെ കളവാക്കിക്കൊണ്ടിരുന്ന ആളുകളെ പരാമർശിച്ചുകൊണ്ടാണ് അവരുടെ പിന്നിട്ട കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം നിർവഹിച്ചു തുടങ്ങുന്നതിന് മുമ്പുള്ള കാലത്ത് അവര് യഹൂദ ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ അവരുടെ ജീർണതയെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഖുർആൻ ഇവിടെ പരാമർശിക്കുന്നത്. അവര് അള്ളാഹുവിന്റെ പേരിൽ വളരെ കടുപ്പമുള്ള ശപഥങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അവർ ചെയ്ത ശപഥം? ലൈൻ ജാഅഹും നദീറുൻ, അവരിലേക്ക് ഒരു താക്കീതുകാരൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ലയകൂനുന്ന അഹ്ദാ മിൻ ഇഹ്ദൽ ഉമം, അവര് ഈ കൂട്ടരെക്കാളും മുഴുവൻ മനുഷ്യരെക്കാളും മനുഷ്യ സമൂഹത്തിലെ വിവിധ സമുദായങ്ങളെക്കാളും അല്ലെ വിഭാഗങ്ങളെക്കാളും ഒക്കെ സന്മാർഗം സിദ്ധിച്ചവരായി മാറുമായിരുന്നു എന്ന അവരുടെ അവകാശവാദം. ഫലമ്മ ജാഅഹും നദീറുൻ, എന്നാൽ ഇപ്പോ അവരിലേക്കൊരു താക്കീതുകാരൻ വന്നിരിക്കുകയാണ്. അപ്പോഴോ ഫസാദഹും ഇല്ലാ നുഫൂറ, അത് നിഷേധവും ശത്രുതയും വിദ്വേഷവും ഒക്കെ മാത്രമാണ് അവരിൽ വർദ്ധിപ്പിക്കൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവര് യഹൂദരെയും ക്രൈസ്തവരെയും കളിയാക്കിക്കൊണ്ടും അവരെ പുച്ഛിച്ചുകൊണ്ടൊക്കെ പറഞ്ഞിരുന്ന കാര്യം, ഞങ്ങളിലേക്കായിരുന്നു ഇതുപോലെ ഒരു താക്കീതുകാരൻ വന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ ഞങ്ങൾ ഇവരെയൊന്നും പോലെ ആകുമായിരുന്നില്ല, ഞങ്ങൾ ഏറ്റവും സന്മാർഗികളായ ആളുകളാകുമായിരുന്നു എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് ഇവർ നേരത്തെ. അപ്പോ ഈ കൂട്ടരുടെ അടുക്കലേക്ക് അള്ളാഹു ഒരു ദൂതനെ നിയോഗിച്ച് അയക്കുകയുണ്ടായപ്പോൾ അവരുടെ പ്രതികരണം എന്താണ്? ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അവരുടെ നിഷേധവും അതുപോലെ തന്നെ വെറുപ്പും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള പ്രതികരണം. അത് ഇസ്തിക്ബാറൻ ഫിൽ അർദി, അവര് നാട്ടില് വലിയ കിബറ് കാണിച്ചുകൊണ്ട് അഹന്ത കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. മക്കറ സയ്യി, അവര് ഏറ്റവും ദുരുപതിഷ്ഠിതമായ പല കുൽസിത തന്ത്രങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലാ യഹീഖുൽ മക്രു സയ്യിഉ ഇല്ലാ ബി അഹ്ലി, ഇങ്ങനത്തെ കുതന്ത്രങ്ങൾ ചെയ്യുന്നവരുടെ കുതന്ത്രം അത് അവരെ തന്നെയാണ് ബാധിക്കുക. ഫഹൽ യൻദുറൂന ഇല്ലാ സുന്നത്തൽ അവ്വലീൻ, പൂർവികർക്ക് സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വല്ലതുമാണോ ഇവർ കാത്തിരിക്കുന്നത്? ഫലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. വലൻ തജിദ ലി സുന്നത്തില്ലാഹി തഹ്വീല, അള്ളാഹുവിന്റെ സുന്നത്തിന്, ചര്യക്ക്, അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾക്ക് യാതൊരു ഭേദഗതിയും വരാൻ പോകുന്നില്ല. അള്ളാഹു എല്ലാ ജനതകളോടും സമൂഹങ്ങളോടും സ്വീകരിച്ചത് ഒരേ നിലപാട് തന്നെയാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഒരു ദൂതൻ ഒരു സമൂഹത്തിലേക്ക് നിയോഗിച്ചയക്കപ്പെടുകയും ദൗത്യം നിർവഹിക്കുകയും ചെയ്തതിന് ശേഷവും അദ്ദേഹത്തോട് ഇടഞ്ഞു നിൽക്കുകയാണ്, കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അവര് കൂട്ടാക്കുന്നില്ല, അവര് സത്യം മനസ്സിലാക്കാൻ സന്നദ്ധരാവുന്നില്ല എന്ന നിലപാടാണ് വെച്ച് പുലർത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സ്വീകരിച്ചു വരുന്ന ഒരു നടപടിക്രമം ഉണ്ട് അത്തരം ആളുകളുടെ കാര്യത്തിൽ. അത് തന്നെയാണ് ഇവരുടെ കാര്യത്തിലും സത്യമായി പുലരുക എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. ഈ പറയുന്ന കാര്യത്തില് ഈ അള്ളാഹു ചോദിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുന്നയിക്കാൻ, എന്ന ഒരു ചോദ്യം ഉന്നയിക്കാൻ പറയത്തക്ക ഒരു കാര്യവും ഞാൻ കാണുന്നില്ല. അത് ഈ വേദിയുടെ ഒരു പവിത്രത നഷ്ടപ്പെടുത്തുന്ന വിധത്തില് അനാവശ്യമായ ചോദ്യങ്ങൾ എടുത്തെറിയുന്ന ഒരു ശീലം കൊണ്ട് നടക്കുന്ന ആളുകളുടെ മനസ്സിൽ മാത്രം മനസ്സിലാകുന്ന, അവർക്ക് മാത്രം തോന്നുന്ന ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇതിൽ പ്രതികരണം അർഹിക്കുന്ന യാതൊന്നും അടങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് ഈ സൂറത്തിന്റെ പഠനഘട്ടത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ചോദ്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയും അതിനോടുള്ള പ്രതികരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞു. ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് അടുത്ത ദിവസം പുതിയ സൂറത്തിന്റെ പഠനത്തിലേക്ക് നീങ്ങാമെന്നാണ് കരുതുന്നത്. സൂറത്ത് യാസീനാണ് ഇനി നമുക്ക് പഠിച്ചു തുടങ്ങാനുള്ളത്. നമ്മൾ സൂറത്ത് യാസീന്റെ പഠനം ഇൻഷാ അല്ലാഹ് നാളെ ആരംഭിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാസിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.